ഞാൻ ആദ്യം ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് സമയം തരാം ചെയ്യാം. ചെയ്തിരുന്നത് ഫുള്ള് ചെയ്തിരുന്നു. ഒരു പണിയാ. ഞാനിപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് കാണിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ ഡൗട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏകദേശം 13ഓളം എന്തുണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ശ്രദ്ധിക്കണം. വല്ലാത്ത മസിൽ കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് ഏതാ? ₹500 പെയ്ഡ് ഫോർ ഫർണിച്ചർ. ആദ്യം ചോദിക്കട്ടെ, ഇത് എപ്പോഴാണിത് ഈ റെക്ടിഫൈ ചെയ്യുന്നത്? സ്റ്റേജ് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആ തിയറി ഇതിൽ ഇതിൻ്റെ ഹെഡിങ് ഏതിൻ്റെ ഹെഡിങ്ങിൽ വരുന്നതാണിത്? ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ ഇതിനെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഏതില്ല, ആര് വരില്ല? സസ്പെൻസ് അക്കൗണ്ട് ഷാൾ നോട്ട് ബി ഓപ്പൺ അല്ലേ? സിംഗിൾ സൈഡർ ആണെങ്കിൽ ജേണലില്ല, നേരെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഡബിൾ സൈഡർ ആണെങ്കിൽ ഈ 3 കൈൻഡ് ഓഫ് എന്ത് വരും? എൻട്രി വരും. അപ്പോൾ ഞാൻ ഏതേ നമ്മൾ പറയുന്നുള്ളൂ, ബിഫോർ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് എൻട്രി ഏതാ? 500 പെയ്ഡ് ഫോർ ഫർണിച്ചർ പർച്ചേസ് ഹാവ് ബീൻ ചാർജ്ഡ് ടു ഓർഡിനറി പർച്ചേസ്. ചോദ്യം, സിംഗിൾ സൈഡർ ആണോ ഡബിൾ സൈഡർ ആണോ? ഡബിൾ. ഏതാ? എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് 3 കോളം പ്രൊവൈഡ് ചെയ്യാം. കറക്റ്റ് എൻട്രി വേഗം പറഞ്ഞു പോ. എക്സ്ക്യൂസ് മീ, ഏതാ കറക്റ്റ് എൻട്രി? എന്താ? ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ക്യാഷ്. റോങ് എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. കറക്റ്റ് ചെയ്യാനുള്ള എൻട്രി എന്താ? ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു പർച്ചേസ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുകയാണെങ്കിൽ എന്ത് കിട്ടില്ല? കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇത് കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? തൊട്ട് മുൻപേ ഉള്ള പാർട്ടികൾ എന്ത് ചെയ്യണം? കാണണം. വേണ്ടേ? വേണം. ഓക്കെ, ദെൻ അടുത്ത ഏതാണ്? നമ്പർ 2 പറയും. ടോട്ടൽ ഓഫ് പർച്ചേസ് ബുക്ക് ഹാവ് ബീൻ അണ്ടർ കാസ്റ്റഡ് ബൈ എത്രയാണ്? 250. ഞാൻ ചോദിക്കട്ടെ, പർച്ചേസ് ബുക്കിന് ഏതാ ബാലൻസ്? ആലോചിക്കുക. ഏതാ? ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് കുറച്ച് കാണിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റിൽ കുറവുണ്ട്, അപ്പോൾ ഡെബിറ്റിൽ എന്ത് ചെയ്യണം? കൂട്ടണം. ജേണൽ വേണോ? വേണ്ട. സിംഗിൾ സൈഡർ ആണോ ഡബിൾ സൈഡർ ആണോ? സിംഗിൾ സൈഡർ ആണ്. ഓക്കെ, യെസ് യെസ്. അത് ബിഫോറാണ്. അപ്പോൾ എൻട്രിയുടെ ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പർച്ചേസ് അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് കൊടുത്താൽ മതി. 250. എന്ത് പറഞ്ഞ് ഡെബിറ്റ് കൊടുത്താൽ മതി? ടു അണ്ടർ കാസ്റ്റിംഗ് ഓഫ് പർച്ചേസ് ബുക്ക്. ഓക്കെ അല്ലേ? ദെൻ മൂന്നാമത്തെ, റിപ്പയർ മെയ്ഡ് വെയർ ഡെബിറ്റഡ് ടു ബിൽഡിംഗ് അക്കൗണ്ട്. കറക്റ്റ് എൻട്രി എന്താ? റിപ്പയർ അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ലേ? എറർ ഓഫ് ഏതാണ്? പ്രിൻസിപ്പിളാണ്. ഡബിൾ സൈഡറാണ്. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യൂല, സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാവില്ല. റോങ് എൻട്രി ഇവരെന്താ ചെയ്ത്? ബിൽഡിംഗ് അക്കൗണ്ട് അപ് ടു ഏതാണ്? ക്യാഷ്. ഇപ്പോൾ റെക്ടിഫൈ ചെയ്യുന്ന എൻട്രി എന്താ? റിപ്പയർ അക്കൗണ്ട് അപ് ടു ബിൽഡിംഗ്. കുഴപ്പമില്ലല്ലോ? യെസ്. അടുത്തായിട്ട് ഏതാ? 900 were withdrawn by proprietor for his personal use had been debited to the trade expense. ഞാൻ ചോദിക്കുകയാണ്, സിംഗിൾ സൈഡർ ആണോ ഡബിൾ സൈഡർ ആണോ? ഡബിൾ സൈഡ്. ഇത് ഏതാണ് എറർ? എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഡ്രോയിങ്സ് പേഴ്സണലായിട്ടുള്ള ചിലവുകൾ ബിസിനസ്സിൻ്റെ ചിലവായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്താണ്? ഓക്കെ, എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ മനസ്സിലായി. കറക്റ്റ് എൻട്രി എന്തായിരുന്നു എഴുതേണ്ടിയിരുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഇവർ തെറ്റായിട്ട് എന്തെഴുതി? ട്രേഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അപ്പോൾ തെറ്റായിട്ടൊരു ട്രേഡ് എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആരെ കൊണ്ടുവരണം? ഡ്രോയിങ്സിന്. എൻട്രി എന്താ വരിക? ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ട്രേഡ് എക്സ്പെൻസ്. ദെൻ അടുത്ത റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. ഇൻവേർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ അല്ലേ? സെയിൽ ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വരാം ഇൻവേർഡ് ഉണ്ടാവുക. ഓക്കെ ആണോ? അപ്പോൾ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ത് ചെയ്ത്? അണ്ടർ കാസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സെയിൽസ് റിട്ടേൺ ബുക്ക് ഏതാ ബാലൻസ്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? നല്ല ആലോചിച്ചോട്ടെ. അതിൻ്റെ ഒരു പ്രോസസ്സാണ് പറയുന്നത്. ഏത് ബാലൻസാണ്? ഡെബിറ്റ്. സെയിൽസ് ആണ് ഏത്?
ക്രെഡിറ്റ് ബാലൻസ്. സെയിൽസ് റിട്ടേൺ ഏതാണ്? ഡെബിറ്റ് ബാലൻസ്. അപ്പം ഞാൻ ആലോചിച്ച് നോക്ക്, ഡെബിറ്റ് ബാലൻസ് അണ്ടർ കാസ്റ്റ് ചെയ്ത് പറഞ്ഞ് ഡെബിറ്റ് ബാലൻസ് കുറച്ച് കാണിച്ചു. അപ്പം ഇനി ഡെബിറ്റ് ചെയ്യണം, കൂട്ടണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ജേണലിൻ്റെ ആവശ്യമുണ്ടോ? നേരെ സെയിൽസ് റിട്ടേൺ ബുക്കിൽ എന്ത് ചെയ്യുക? ഒരു ഡെബിറ്റ് കൊടുക്കുക. എന്ത് പറഞ്ഞ് എഴുതിയാൽ മതി? ടു അണ്ടർ കാസ്റ്റിംഗ് ഓഫ് എ റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. ഓക്കെ അല്ലേ? അതെവിടെ ശരിയാക്കേണ്ടതെന്നാണ് പറഞ്ഞത്? സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ. ക്ലിയർ? ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയണ്ട എനിക്ക്. പറയട്ടെ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. സെയിൽസ് ജേണലാണ് സെയിൽസ് റിട്ടേൺ ഏത് ബുക്ക് അല്ലേ? ഈ വ്യത്യാസം വന്നത് എവിടെയാണ്? എറർ വന്നുള്ളത് എവിടെയാണ്? സെയിൽസ് റിട്ടേൺ ബുക്കിലല്ലേ? അല്ലേ? പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്യുന്നത് എവിടെയാണ് നോക്കി? ഞങ്ങൾ സെയിൽസ് റിട്ടേൺ എവിടെയാണ്? അക്കൗണ്ടിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, തെറ്റൊന്ന് റിട്ടേൺ ബുക്കിലല്ല. അപ്പോൾ റിട്ടേൺ ബുക്കിലല്ലേ കറക്റ്റ് ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ആൻസർ? ചോദ്യം മനസ്സിലായെങ്കിൽ സെയിൽസ് റിട്ടേൺ ബുക്ക് കഴിഞ്ഞിട്ട് ഇത് ജേണലല്ലേ, ഇനി ലെഡ്ജർ ഉണ്ട്, അതിലാണ് ഏത് വരിക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് വരിക. ഇത് ജേണലാണ് ബുക്ക്, ഇതേതാ? ലെഡ്ജറാണ്. അപ്പോൾ തെറ്റ് വന്നത് സെയിൽസ് റിട്ടേൺ ബുക്കിലല്ലേ? അപ്പോൾ റെക്ടിഫൈ ചെയ്യേണ്ടത് അവിടെയല്ലേ? നിങ്ങൾ എന്തേ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ എന്താ മറുപടി? എന്ത് ചെയ്യണ്ടേ? സെയിൽസ് റിട്ടേൺ ബുക്കിൽ നിന്ന് ടോട്ടൽ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് വരും? സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ. അപ്പോൾ തെറ്റുള്ളത് സെയിൽസ് റിട്ടേൺ ബുക്കിലാണെങ്കിലും ആ തെറ്റ് എവിടെ റിഫ്ലക്റ്റ് ആണ്? സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ. അപ്പം ഇനി അവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ പോരേ? മനസ്സിലായ? അപ്പോൾ ബുക്കുകളിലുള്ള വ്യത്യാസം അഡ്ജസ്റ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? അക്കൗണ്ടിലായിരിക്കും. കാരണം സെയിൽസ് റിട്ടേൺ ബുക്കിൻ്റെ ടോട്ടൽ എമൗണ്ട് സൺട്രീസ് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോസ്റ്റ് ചെയ്യും? അക്കൗണ്ടിലേക്ക്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കാണാം. എവിടെ കാണാം? സബ് ഡിവിഷൻസ് പഠിക്കുമ്പോൾ കാണാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി, മനസ്സിലുണ്ടായിക്കോട്ടെ. ഇതിനടുത്ത് ഏതാ? ആറാമത്തെ, പെയ്ഡ് റെൻറ്റ് ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ്. അങ്ങനെ ഒരു സാധ്യത. ലാൻഡ് ലോഡ് പറഞ്ഞ ബിസിനസ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ അല്ലേ? അപ്പോൾ റെൻറ്റ് കൊടുക്കുമ്പോൾ ശരിക്കും എൻട്രി റെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ലേ? പക്ഷെ ഇവർ പുതിയ അക്കൗണ്ടൻറ്റ് ലാൻഡ് ലോഡിനല്ലേ കൊടുത്ത്, അയാളുടെ പേര് ഡെബിറ്റ് ചെയ്തു. പേരറിയാത്ത തന്നെ നമുക്ക് ലാൻഡ് ലോഡ് അക്കൗണ്ട് അപ് ടു എന്ത് എഴുതാം? ക്യാഷ്. കറക്റ്റ് ചെയ്യാനുള്ള എൻട്രി എന്താവും? റെൻറ്റ് അക്കൗണ്ട് അപ് ടു ലാൻഡ് ലോഡ്. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ഇതല്ലേ നമ്മൾ പറഞ്ഞ റെൻറ്റ് അക്കൗണ്ട് അപ് ടു ഏതാ? ലാൻഡ് ലോഡ്. സെറ്റ്. അടുത്തേതാ? ഏഴാമത്തെ, 9,000 സാലറി കൊടുത്തു, ക്ലർക്കിന് കൊടുത്തു, എന്നിട്ട് അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ കറക്റ്റ് എൻട്രി എന്താ? സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഏതെങ്കിലും ബിസിനസ്, അപ്പോൾ എനിക്കിവിടെ സാലറി എന്നാൽ ഷാക്കിർ അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതുമോ? സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? പക്ഷെ ഇവരെന്തെഴുതി? ആ ക്ലർക്കിനെ പിടിച്ച് ഡെബിറ്റ് ചെയ്തു. ഇപ്പോൾ ക്ലർക്കിൻ്റെ പേര് നബീൽ എന്നാണെങ്കിൽ നബീൽ അക്കൗണ്ട് അപ് ടു എന്തെഴുതി? ക്യാഷ് ചെയ്ത്. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? കറക്റ്റ് ചെയ്യാൻ തെറ്റായി എഴുതിയ ഡെബിറ്റ് എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ആരെ കൊണ്ടുവരാം? സാലറി. എൻട്രി എന്താ? സാലറി അക്കൗണ്ട് അപ് ടു ക്ലർക്ക്. സിമ്പിൾ. ഓക്കെ അല്ലേ? ദെൻ എട്ടാമത്തെ എന്താ പറയുന്നത്? പേയ്മെൻറ്റ് ഓഫ് എത്രയാ? 7,500 ഫോർ ഏതാണ്? സാലറി. ആർക്കാണ്? മോഹൻ. ഹാസ് ബീൻ പോസ്റ്റഡ് ട്വൈസ് ടു സാലറി അക്കൗണ്ട്. ഇതേതാ? സിംഗിൾ സൈഡറാണോ ഡബിൾ സൈഡറാണോ? ഡബിൾ സൈഡറാ? രണ്ട് തവണ പോസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ? സാലറി എൻട്രി എന്താ? സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ലേ? എന്നിട്ട് സാലറിയിൽ എന്തെഴുതണം? ടു ക്യാഷ്. ക്യാഷിൽ എന്തെഴുതണം? ബൈ സാലറി. അതെഴുതി. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്ത്? സാലറിയിൽ കൊണ്ടുപോയിട്ട് ഒരു തവണ കൂടെ ക്യാഷിന് എന്ത് ചെയ്ത്? ക്രെഡിറ്റ് ചെയ്ത്. ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത്. ഓക്കെ അല്ലേ? സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് ക്യാഷിന് എന്ത് ചെയ്ത്? ക്രെഡിറ്റ് ചെയ്ത്. മനസ്സിലായ? ഇപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. സാലറി അക്കൗണ്ടിൽ കൂടുതലൊരു ഡെബിറ്റ് കയറിയിട്ടുണ്ടെന്ന്. സിംഗിൾ സൈഡറാണോ ഡബിൾ സൈഡറാണോ? വീണ്ടും ചോദിക്കാം. സിംഗിൾ സൈഡറാണ്. ഓക്കെ അല്ലേ? സസ്പെൻസ് അക്കൗണ്ട് വേണോ? വൈ? നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാ? ബിഫോർ ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ സാലറി അക്കൗണ്ടിൽ എക്സ്ട്രാ ഒരു ഡെബിറ്റ് കൊടുത്ത് പോയിട്ട് എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ പോരേ? യെസ്. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഈ സാലറി അക്കൗണ്ടിൽ നേരെ ഒരു ക്രെഡിറ്റ് കൊടുക്കുക. എന്ത് പറഞ്ഞു കൊടുത്താൽ മതി? ബൈ ഡബിൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുത്താൽ മതി? 7,500. ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ? ഇപ്പോൾ സാലറി അക്കൗണ്ടിൽ ഇവർ എന്ത് ചെയ്ത്? ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 7,500 എഴുതി. വീണ്ടും എന്ത് ചെയ്ത്? ടു ക്യാഷ് എന്ന് പറഞ്ഞ എത്ര? 7,500. ഒരു തവണ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം തീർക്കാൻ ഒരു ബൈ ക്രെഡിറ്റ് 7,500 പോരെ? അപ്പോൾ പ്രശ്നം തീരും. 7,500 കട്ടായി നെറ്റ് എമൗണ്ട് കറക്റ്റുള്ള 7,500 വരും. ദാറ്റ്സ് ഓൾ. ഇതിനടുത്ത് ഏതാ?
ടോട്ടൽ ഓഫ് ബിൽസ് റിസീവബിൾ ബുക്ക് 1500 ഹാസ് ബീൻ പോസ്റ്റഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് ബിൽസ് റിസീവബിൾ ബുക്ക്. ശ്രദ്ധിക്കണം, ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ലേ? അസറ്റിന് ഏതാ ബാലൻസ് ഉണ്ടാവുക? ഡെബിറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അത് എവിടെയാണ് എഴുതേണ്ടത്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് റിട്ടേൺ ബുക്കിൽ നിന്നും പോവും? സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ പോവും. അതേപോലെ ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ജേണലാണ്, സബ് ഡിവിഷൻസ് ഓഫ് ജേണലാണ്. ആ ജേണലിന് എങ്ങോട്ട് പോവും? ലെഡ്ജറിലേക്ക് പോവും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ആ കുട്ടീനൊന്ന് വിളിച്ചേ. ഈ അങ്ങനെ ഈ മാത്രം ഇരുന്ന് ഉറങ്ങണ്ട. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറക്കമുണ്ടെങ്കിൽ പോലും പഠിക്കാതിരിക്കുമ്പോൾ ഈ മാത്രം അങ്ങനെ സൂഹിക്കണ്ട കേട്ടോ. ഓക്കെ, യെസ്. ഞങ്ങളൊക്കെ എന്താ കടലാസം ഉണ്ടാക്കി അല്ലേ? അപ്പോൾ 1500 എന്ത് ചെയ്തുള്ളത്? ബിൽസ് റിസീവബിൾ ബുക്ക്. ഞാൻ ചോദിച്ചു പോവുകയാണ്, ബിൽസ് റിസീവബിൾ അസറ്റാണ്, അസറ്റിന് ഏതാ ബാലൻസ്? ഡെബിറ്റ്. അപ്പോൾ ഈ ബിൽസ് റിസീവബിൾ ബുക്കിൽ നിന്ന് ഈ എമൗണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് എഴുതേണ്ടിയിരുന്നത്? ഡെബിറ്റിലാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? സിംഗിൾ സൈഡറാണോ ഡബിൾ സൈഡറാണോ? സിംഗിൾ സൈഡർ. അപ്പോൾ ആ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ മതി? എന്ത് കൊടുത്താൽ മതി? ഡെബിറ്റ് കൊടുത്താൽ മതി. എത്ര ഡെബിറ്റ് കൊടുക്കണം? 1500 കൊടുത്താൽ മതിയാ? ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? അതാ കണ്ടോ, വേണമെങ്കിൽ കണ്ടോ, ദേ കാണ്. ബിൽസ് റിസീവബിളിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ്. ഇവർ ബിൽസ് റിസീവബിൾ ബുക്കിൽ നിന്ന് ബൈ സൺട്രീസ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. എത്ര എഴുതേണ്ടത്? 1500. പക്ഷെ തെറ്റാ. 1500 ക്രെഡിറ്റ് അല്ല വരുന്നത്, ഡെബിറ്റാണ് വരുന്നത്. അപ്പോൾ ഡെബിറ്റ് നിങ്ങൾ എന്ത് ചെയ്യാണ്? ടു റോങ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് 1500 എഴുതിയാൽ പറ്റൂല. എത്ര എഴുതണം? 3000 എഴുതണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് കണ്ട, കറക്റ്റ് ദ മിസ്റ്റേക്ക് ഡെബിറ്റ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ടു റോങ് പോസ്റ്റിംഗ് ഓഫ് ബിൽസ് റിസീവ്ഡ് എത്ര? 3000. ടു റോങ് പോസ്റ്റിംഗ് എന്ന് മതിയാവും, കുഴപ്പമില്ലല്ലോ. ദെൻ അടുത്തത് കഴിയാൻ പോണ് 13. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം റാം റോങ്ങിലി എൻ്റർഡ് ത്രൂ ദ ഏതാണ്? സെയിൽസ് ബുക്ക്. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം റാമിൻ്റെ കറക്റ്റ് എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു റാം. ഇവർ തെറ്റായിട്ട് എന്താ എഴുതിയത്? റാം സെയിൽസ് ബുക്കിൽ എഴുതിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം എന്താ? സെയിലായിട്ട് ട്രീറ്റ് ചെയ്ത റാം അക്കൗണ്ട് അപ് ടു സെയിൽസ് എഴുതി. കണ്ട, ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതൊരു ഓക്കെ ആണെങ്കിൽ പറയണം. കറക്റ്റ് എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു റാം, കറക്റ്റ് എൻട്രി. റോങ് എൻട്രി എന്താ? റാം അക്കൗണ്ട് അപ് ടു സെയിൽസ്. ഞാൻ നേരത്തെ ഇതിൻ്റെ പോലെ വേറൊരു സാധനം പറഞ്ഞിരുന്നു, സെയിൽസ് റിട്ടേൺ, ജാമിൻ്റെ എന്തോ ഒരു എക്സാം. എന്ത് ചെയ്യണം? ഇതിനെ മൊത്തം ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അതിന് നേരെ എന്ത് ചെയ്താൽ മതി? ഇൻവേഴ്സ് അടിച്ചാൽ മതി. ഏതാ? സെയിൽസ് അക്കൗണ്ട് അപ് ടു റാം. ക്ലിയർ അല്ലേ? ഇപ്പം എന്താ ഉണ്ടായത്? ഇപ്പോൾ തെറ്റേണ്ട ഒഴിവായി. പക്ഷേ ഇവരെ പിക്ചറിൽ ഇപ്പോഴും കൊണ്ടുവന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവരെ കൊണ്ടുവരാൻ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു റാം. അങ്ങനെ ഒന്നും എഴുതണ്ട. ഈ രണ്ട് എൻട്രിനെ ഒരുമിച്ചായിക്കൂടെ? സെയിൽസിന് ഡെബിറ്റ് ചെയ്തു, പർച്ചേസിന് ഡെബിറ്റ് ചെയ്യുക, റാമിന് 2 തവണ ക്രെഡിറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിക്കുക. ഓക്കെ, ബോർഡിൽ കിട്ടുന്നില്ല, കാണുന്നില്ല? എൻട്രി എന്താ എഴുതേണ്ടി? സെയിൽസ് അക്കൗണ്ട് അപ് ടു പർച്ചേസ് അക്കൗണ്ട് അപ് ടു റാം. കുഴപ്പമുണ്ടോ? എന്തൊക്കെ ചെയ്തത്? തെറ്റായ ഈ എൻട്രിയെ നേരെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉൾട്ട് എഴുതി, ഓപ്പോസിറ്റ്. ഞാരെ കറക്റ്റ് കൊണ്ടുവരണം? ഈ എൻട്രിനെ കൊണ്ടുവരണം. ഓക്കെ, രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്തതാണ്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് ഭ്രാന്താക്കണ്ടല്ലോ. പോട്ടെ. യെസ്. അടുത്തായിട്ട് ഏതാ? 11. ചെക്ക് 3000 റിസീവ്ഡ് ഫ്രം മൻ മോഹൻ വാസ് ഡിസോണേഡ് ആൻഡ് ഹാഡ് ബീൻ പോസ്റ്റഡ് ഡെബിറ്റ്സ് ഓഫ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത്, ചെക്ക് റിസീവ് ചെയ്യാനുള്ള എൻട്രി ആലോചിക്കുക ആദ്യം. എന്താ? മൻമോഹൻ്റെ നിന്ന് ചെക്ക് റിസീവ് ചെയ്ത എൻട്രി ആലോചിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു മൻമോഹൻ. ഇത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എത്ര എമൗണ്ട്? 3000 പിന്നെ ഈ ചെക്ക് കിട്ടിയിട്ട് ഈ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് മനസ്സിലായാലും പൈസ ഇല്ല. അപ്പോൾ നേരെ തിരിച്ച് ഡിസോണറായ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ഓഫ്. നോട്ട് ചെയ്തോളോ വേണമെങ്കിൽ. ഓപ്പോസിറ്റ് ഓഫ് ഏതിൻ്റെ എൻട്രിയാണ്? ചെക്ക് റിസീവ് ചെയ്ത എൻട്രിയാണ് എന്ത്? ഡിസോണറായത്. എന്ത് എൻട്രി വരുന്നുണ്ട്? മൻമോഹൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ബാങ്ക്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇതാണ് എൻട്രി കറക്റ്റ് വരേണ്ടത്. അപ്പം മൻമോഹൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബാങ്കിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പക്ഷെ ഇവരെന്താ ചെയ്തത്? ഇയാൾ വിചാരിച്ച് റിട്ടേൺ അല്ലേ? അപ്പോൾ ഇയാൾ വിചാരിച്ചെന്ത്? ഇത് സെയിൽസ് റിട്ടേൺ ആണെന്ന് വിചാരിച്ച്. ചെക്ക് റിട്ടേൺ ചെയ്തപ്പോൾ എന്തായി? സെയിൽസ് റിട്ടേൺ ആണെന്ന് വിചാരിച്ച്. സെയിൽസ് റിട്ടേണിൽ എന്താ കൊടുത്ത അയാൾ? ഒരു ഡെബിറ്റ് കൊടുത്തു. ഓക്കെ ആണോ? സെയിൽസ് റിട്ടേണിൽ എന്ത് കൊടുത്ത്? ഡെബിറ്റ് കൊടുത്ത്. ഡെബിറ്റ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി അഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നിലവിൽ പോസ്റ്റ് ചെയ്ത് ഏതാണ്? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഈ 3000 എവിടുന്ന് ഒഴിവാക്കണം?
സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ നിന്ന് ഒഴിവാക്കണം. ഡെബിറ്റ് ചെയ്തതിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 2 സെയിൽസ് റിട്ടേൺ എഴുതണ്ടേ? ക്ലിയർ ആണോ? പിന്നെ എന്തൊക്കെ ചെയ്യണം? മൻമോഹൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എത്ര എമൗണ്ട് മൻമോഹനെ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ശ്രദ്ധിക്കാം, കറക്റ്റ് എൻട്രി എന്താ? മൻമോഹൻ അക്കൗണ്ട് അപ് ടു ബാങ്ക്. ഒരു തെറ്റായിട്ട് എഴുതിയ എന്താ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു ബാങ്ക്. ഇനി കറക്റ്റ് ചെയ്യാൻ എൻട്രി എന്താ ചെയ്ത്? മൻമോഹൻ അക്കൗണ്ട് അപ് ടു സെയിൽസ് റിട്ടേൺ. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? അവരിങ്ങനെ പറഞ്ഞല്ലോ, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്തെന്നാണ് പറഞ്ഞുള്ളത്. അതിൻ്റെ മീനിങ് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? പെട്ടെന്ന് സെയിൽസ് റിട്ടേൺ ആയപ്പോൾ ചെക്ക് റിട്ടേൺ ആയപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്ന് പറഞ്ഞൊരു ഹാലിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? 12ാമത്തെ എന്താ? 1000 റുപ്യ രമേശിന് ക്രെഡിറ്റ് സെയിൽ ചെയ്ത്, പർച്ചേസ്. അഥവാ സെയിലിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്ത്? പർച്ചേസ് ആയിട്ട്. അപ്പോൾ കറക്റ്റ് എൻട്രി എന്താ വരിക? രമേശ് അക്കൗണ്ട് അപ് ടു സെയിൽസാണ്. ഓക്കെ അല്ലേ? പക്ഷെ റോങ്ങിലി അവരെന്താ എഴുതിയത്? പർച്ചേസ് അക്കൗണ്ട് അപ് ടു രമേശാണ്. ഇത് കറക്റ്റ് ചെയ്യാൻ എൻട്രി എന്ത് ചെയ്യുന്നത്? ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം തെറ്റായി എഴുതിയതിനെ തിരുത്താൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റ് എൻട്രി ചെയ്താൽ രമേശ് അക്കൗണ്ട് അപ് ടു ഏതാണ്? പർച്ചേസ്. ഇനി കറക്റ്റ് ഈ എൻട്രിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻട്രി എന്താ? രമേശ് അക്കൗണ്ട് അപ് ടു ഏതാണ്? സെയിൽസ്. ഇവിടെ കോമ്പൗണ്ട് ആയിട്ടുള്ള എൻട്രി എഴുതിയ രമേശ് അക്കൗണ്ട് അപ് ടു പർച്ചേസ് ടു സെയിൽസ്. കുഴപ്പമില്ലല്ലോ? മുകളിലതേ കണ്ട ഇതേ പാറ്റേണിലുള്ള മറ്റൊന്നാണ്. ഓക്കെ, യെസ്. ദെൻ അടുത്ത് ലാസ്റ്റ് വൺ അല്ലേ? 4500 പെയ്ഡ് ഇൻ ക്യാഷ് ഫോർ ടൈപ്പ് റൈറ്റർ വാസ് ചാർജ് ഓഫീസ് എക്സ്പെൻസ്. സിമ്പിൾ സാധനം. ഓഫീസ് എക്സ്പെൻസ് ഇതിലേക്ക് ട്രീറ്റ് ചെയ്തു. ശരിക്കും അതൊരു അസറ്റാണ്. അപ്പോൾ കറക്റ്റ് എൻട്രി എന്താ? ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് അപ് ടു ക്യാഷ് ആണ്. പക്ഷെ ഒരു തെറ്റായിട്ട് എന്ത് എഴുതി? ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എഴുതി. റെക്ടിഫൈ ഉള്ള എൻട്രി എന്താ? ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് അപ് ടു ഓഫീസ് എക്സ്പെൻസ് ആണ്. ഓക്കെ അല്ലേ? എക്സാമിനേഷൻ ഏത് മാത്രം മതി? റെക്ടിഫിക്കേഷൻ എൻട്രി മാത്രം മതി. പക്ഷേ നമുക്കത് ഒരു റേഞ്ച് വരെ എങ്ങനെ എഴുതി എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. ഓക്കെ.